ഫലാഫിൽ മുഷക്കലാണ് കഴിക്കുന്നത്. ഒരു പാത്രം മരത്തിൻ്റെ ആണ്. നിങ്ങളുടെ യമനി ചായ ഉണ്ട്. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എന്തെങ്കിലും പണിക്കൊക്കെ പോവാം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം, എന്നും ഹാപ്പി ആയിട്ടിരിക്കാം. നാളെ ഹാപ്പി ആവാം, നാളെ സന്തോഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. ഞാൻ നമ്മളെ നാടിനെ കുറ്റം പറഞ്ഞല്ലോ, നമ്മളെ നാട് പൊള്ളിയാണ്, സെറ്റാണ്. പക്ഷേങ്കിൽ ഇതേമാതിരി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പെട്രോൾ പമ്പുകളിലെ കഫ്തീരിയ അല്ലെങ്കിൽ ബൂഫിയ എന്ന് പറയുന്നത്. ഇതൊരു പെട്രോൾ പമ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതേപോലെ പെട്രോൾ പമ്പുകളിലൊക്കെ ഇതേമാതിരി ഗ്രോസറി ഷോപ്പുകളും പിന്നെ അതേമാതിരി കഫ്തീരിയകളൊക്കെ വരണം. ഇവിടെ സാൻഡ്വിച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കയറിയിട്ട് യമനികളെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് സാൻഡ്വിച്ച് ജ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ട്. ഓക്കെ. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ പമ്പ് 24 hours. 24 hours എന്ന് പറഞ്ഞാൽ അറബിയിൽ 24 സാ എന്നറിയാം. ഈ ബൂഫിയ 24 മണിക്കൂറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂഫിയനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ. എന്തായാലും ഈ ബൂഫി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങോട്ട് നമുക്കിവിടെ എല്ലാതെ മേലെ കാണുന്നൊക്കെ ചായൻ്റെ ഉണ്ട്, ചായകൾ. ഇതവിടെ ഓരോന്നിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതവിടെ പെപ്സി സാധനങ്ങൾ, മിറാണ്ട, ഡ്യൂ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെയും പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നോക്കൊരു വൃത്തിയില്ലേ, നല്ല അടിപൊളി. ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ എല്ലാം നല്ല ചൂടോടുകൂടി എല്ലാം പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോന്ന് മൂടി വെച്ച് കണ്ടോ. ഫലാഫിൽ ഇങ്ങനെ എടുക്കുന്നു, അത് അതിലേക്ക് സെറ്റാക്കുന്നു. കണ്ടോ ഇവിടെ ചീസ്, നല്ല ഭംഗിയില്ലേ. ശരിക്കും നമ്മുടെ നാട്ടിൽ പെട്രോൾ പമ്പുകളിലൊക്കെ ഇങ്ങനെ വേണമല്ലേ. നൈസല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഫലാഫിൽ മുഷക്കലാണ് കഴിക്കുന്നത്. ഒരു പാത്രം മരത്തിൻ്റെ ആണ്. നിങ്ങളുടെ യമനി ചായ ഉണ്ട്. ഞാൻ നമ്മളെ നാടിനെ കുറ്റം പറഞ്ഞല്ലോ, നമ്മളെ നാട് പൊള്ളിയാണ്, സെറ്റാണ്. പക്ഷേങ്കിൽ ഇതേമാതിരി എല്ലാ പെട്രോൾ പമ്പുകളിലും ഗ്രോസറി ബക്കാലകൾ, ഗ്രോസറി ഷോപ്പുകളും കഫ്തീരിയകളൊക്കെ വരട്ടെ. അപ്പോൾ പെട്രോൾ പമ്പിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് എന്താക്കാം, ചായയൊക്കെ കുടിക്കാറ് സെറ്റായിരിക്കും അല്ലേ.